പിന്നെ വിൻഡോ സീറ്റ് തന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കൂടെ പണിയും കൂടെ ആണ് ഇവിടുത്തെ സ്റ്റാഫ് തന്നിട്ട് പോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാൻ വേണം ഈ ഫ്ലൈറ്റിലുള്ളവരെ രക്ഷിക്കാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ഗേറ്റ് നമ്പർ 4 ആണ്. അപ്പോൾ 4 വന്ന് ഞാൻ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ അകത്തെ പ്രൊസീജിയറും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇനി അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ വിളിക്കുന്നവരെ നമുക്ക് ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പാസ്പോർട്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും കയറ്റി വിടുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അകത്തോട്ട് ഫ്ലൈറ്റിലോട്ട് പോവാണ്. ഇത് ഫ്ലൈറ്റിലോട്ട് പോകുന്ന നമ്മളൊരു ചെറിയൊരു കോറിഡോർ പോലത്തെ സംഭവമാണ്. അങ്ങനെ എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലൊരു വഴി കൂടാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അവസാനം ഫ്ലൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മുടെ ബോർഡിംഗ് പാസ് അവർ നോക്കി നമ്പർ പറഞ്ഞു തരും, നമ്മുടെ സീറ്റ് നമ്പർ. അങ്ങനെ നമ്മൾ സീറ്റ് നമ്പർ നോക്കി വന്നിരിക്കുകയാണ്. എനിക്കെന്തായാലും വിൻഡോ സീറ്റാണ് കിട്ടിയത്. വിൻഡോ സീറ്റ് ഞാനവിടെ നമ്മുടെ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് ചോദിച്ചായിരുന്നു അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് വിൻഡോ സീറ്റ് കിട്ടുമെന്നും. അപ്പോൾ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും വിൻഡോ സീറ്റ് തന്നെ നമുക്ക് തന്നു. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്. പിന്നെ വിൻഡോ സീറ്റ് തന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കൂടെ പണിയും കൂടെ ആണ് ഇവിടുത്തെ സ്റ്റാഫ് തന്നിട്ട് പോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാൻ വേണം ഈ ഫ്ലൈറ്റിലുള്ളവരെ രക്ഷിക്കാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് എമർജൻസി വിൻഡോ ഉള്ളത്. അപ്പോൾ അത് തുറക്കുന്ന കാര്യമൊക്കെ പുള്ളിക്കാരും വന്ന് പറഞ്ഞു തന്നിട്ട് പോയി. ഞാൻ തലയൊക്കെ കുലുക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. വഴി വെച്ചിട്ടുണ്ട്. അത് നോക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ സമയമാവുന്നേ ഉള്ളൂ. ഫ്ലൈറ്റ് എടുക്കുന്ന നേരെ നമുക്കിനി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റൺവേയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഓടും. കുറേ കിലോമീറ്റർ ഇങ്ങനെ റണ്ണിങ്ങിൽ ഓടിയിട്ട് ഒരു ശേഷം മാത്രമേ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവത്തുള്ളൂ. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും പൊങ്ങുന്ന നോക്കാം. നല്ല കട്ടർ റോഡാണ് കേട്ടോ. കുലുങ്ങി ഇരിക്കുക. ബെൽറ്റൊക്കെ ഇടാൻ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അന്യായ കട്ടറാണ്. ഇവിടെയൊക്കെ നേരെ റോഡ് ടാർ ചെയ്തിട്ടൂടെ. എന്തായാലും പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുറത്തെ കാഴ്ചകൾ. നമ്മുടെ ചിറകിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ യാത്ര ശ്രീലങ്കയിൽ കൊളംബോയിൽ എത്തിയിട്ടുണ്ട്. കൊളംബോയിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലാൻഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടുത്തെ നമുക്ക് റോഡൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കാം. ഫ്ലൈറ്റൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്താ നോക്കാം. കുലുക്കൊണ്ടോന്നറിയാം. എല്ലാ റോഡും കണക്കൊക്കെ തന്നെ. ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ലീഫിനകത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിറകിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും പൊങ്ങയും താഴെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് കൊളംബോയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും എനിക്കിവിടെ ഒരു 6 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ 6 മണിക്കൂർ വെയിറ്റിംഗ് ഒരു അന്യായ വെയിറ്റിംഗ് ആയിപ്പോയി ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ശ്രീലങ്ക ഫ്ലൈറ്റ് ഞാൻ ഇവിടുന്ന് റിയാദിലേക്ക് പോകും. അപ്പോൾ അതിനുവേണ്ടി ഇനി നമുക്ക് ഇവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇരുന്നിരുന്ന് വിശന്ന് എൻ്റെ ഊപ്പാട് വന്നു. അവിടെ കഴിക്കാനും പിടിക്കാനും ഒന്നുമില്ല. നമ്മളൊന്നും കൊണ്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. അവസാനം നമ്മൾ ഇവിടുന്ന് ഒരു ചായയും ഒരു സാൻഡ്വിച്ചും മേടിച്ച്. വായിക്കൊള്ളാത്തൊരു സാൻഡ്വിച്ചായിരുന്നു. അത് വേറെ കാര്യം. അപ്പം എന്തായാലും ഗതികേട് കൊണ്ട് മേടിച്ച് കഴിച്ചതാണ്. അപ്പോൾ ഒരു ചായക്ക് നമ്മുടെ നാട്ടിലെ 100 രൂപയാണ് ആയത്. ഇവിടെ എന്തായാലും എൻ്റെ നാട്ടിലെ പൈസ ഉണ്ടായത് കാരണം ഞാൻ ഇവിടുന്ന് ചായ മേടിക്കാൻ പറ്റി. നാട്ടിലെ പൈസ ഇവരെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു സാൻഡ്വിച്ചും ഒരു ചായയും മേടിച്ച് എൻ്റെ കൂടെ 300 റിയാലായി 300 രൂപയായി. അപ്പോൾ അത് കഴിച്ചിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഊപ്പാട് വന്ന് വെയിറ്റ് ചെയ്ത് ഉറക്കവും വന്ന് ഭ്രാന്തായിട്ടിരിക്കുകയാണ്. അതായത് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിരുന്ന് വട്ട് പിടിച്ചെനിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും കാര്യമില്ല. ഇവിടെ ഇത്രയും മണിക്കൂർ വെയിറ്റിംഗ് ഇത്രയും വെറുപ്പിലാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ലഗേജ് ഒരു 7 കിലോ ലഗേജ് ഉണ്ട് ഹാൻഡ് ബാഗിൽ. അത് എടുത്തുകൊണ്ട് നടക്കുന്ന കാര്യം അതിലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവസാനം എന്തായാലും 6-7 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അടുത്ത ഫ്ലൈറ്റിന് എൻ്റെ ചെക്കിങ് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മളെ ഇങ്ങോട്ട് ഫ്ലൈറ്റിന് അടുത്തോട്ട് കൊണ്ടുവരുന്നത് ഒരു ബസ്സിലാണ്. അപ്പോൾ ആ ബസ്സിൽ നമ്മൾ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവരിപ്പം അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഫ്ലൈറ്റിലോട്ട് കയറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ ഇറങ്ങി നമ്മുടെ ഫ്ലൈറ്റിൽ കയറുകയാണ്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ കയറി നമ്മൾ ടേക്ക് ഓഫൊക്കെ ആയി. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് വന്നു. ഈ ഫുഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. അങ്ങനെ കുറച്ച് ഫുഡ് തന്നു. അപ്പോൾ കുറച്ച് വെള്ളവും ഒക്കെ ഉണ്ട്, കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചതെന്നൊക്കെ പറയാം. ഞാൻ എത്ര കഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ സാധനം ഞാനത് കുറച്ച് കഴിച്ച് ബാക്കി കളഞ്ഞു.